ചങ്കാണ് കൃഷിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോ ആണിത്. വീട്ടിലെങ്ങനെ നമ്മുടെ തൈ ഉൽപ്പാദിപ്പിക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ചകിരിച്ചോറ്, കമ്പോസ്റ്റാണ് വേണ്ടത്. കമ്പോസ്റ്റ് തന്നെയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ചകിരിച്ചോറല്ല വേണ്ടത്. ഇതിന് വിത്ത് തൈ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റും പിന്നെ വെർമിക്കുലേറ്റും പെർലറ്റുമാണ് വേണ്ടത്. അപ്പം നമുക്ക് 1 കിലോ ഇതിന് തുല്യ അളവിൽ, രണ്ടും തുല്യ അളവിൽ വേണം വെർമിക്കുലേറ്റും പെർലറ്റും ഇടാൻ. 10 ഗ്രാം വരെ ആ ഒരളവിൽ, തുല്യ അളവിൽ വേണം ഇത് ഇടാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് നമ്മളിവിടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു പെർലറ്റും വെർമിക്കുലേറ്റും കൂടി നമുക്ക് ഇതിലേക്കിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ വേരിന് നല്ല വളർച്ച കിട്ടാനും പിന്നെ അതിന് കറുത്ത് ആർജിക്കാനും വേണ്ടിയാണ് നമ്മളിത് മൂന്നും കൂടി മിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ ഇത് കണ്ടോ, ഇതേപോലെയുള്ള ഇത് ചകിരിച്ചോറിന്റെ കട്ടയാണ്. ഇതൊക്കെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. നമുക്ക് മൂന്നും കൂടെ ആയിട്ട് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ ഇത് മൂന്നും നല്ല രീതിയിൽ യോജിച്ച് കിട്ടണം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ല. ഇതിന് ഈ കമ്പോസ്റ്റ് നല്ല രീതിയിൽ നനഞ്ഞാണ് വരുന്നത്. പിന്നെ ഇത് വിത്ത് പാകി കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് വെള്ളം തളിച്ചാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ ഏതൊക്കെ വളമാണ് നടണമെന്ന് വിത്ത് പാകാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇത് റീനു പയറ്, പിന്നെ ആനക്കൊമ്പൻ വെണ്ട, പിന്നെ ബീൻസ്, പടവലം. ഇത് കൂട്ടുകാരെ ഇത് കുറ്റി ബീൻസ് ആണ്. ബീച്ചിലും ഉണ്ട്. പിന്നെ നമുക്കിത് ട്രേയിലേക്ക് നിറച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ ട്രേ കഴുകി നല്ല വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ട്രേയിലേക്ക് നമ്മുടെ ഈ ഒരു വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ ഈ ഒരു വളം നല്ല രീതിയിൽ തിക്കി ഒന്നും വെക്കരുത്, വെറുതെ ഒന്ന് ഓടിച്ചു മതി. വിത്തോളമേ താഴാവുള്ളൂ. അതിന് നമ്മൾ ഈ ഒരു കാലി ട്രേ വെച്ച് നമ്മളൊന്ന് നെക്കി കൊടുത്താലും മതി. ആ ഒരു അളവിനനുസരിച്ച് നമുക്ക് വിത്ത് കുഴിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാലി ട്രേ വെച്ചത് പ്രസ് ചെയ്തിട്ട് അത് താന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ രീതിയിലൊന്ന് താത്തി കൊടുത്താൽ മതി. എല്ലാത്തിനും താഴാത്തതിന് മാത്രം. നമ്മള് റീനു പയറാണ് ഇവിടെ നടാൻ പോകുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ റോക്കറ്റ് അല്ലെങ്കിൽ അൽക്കാമംഗളോ ആണ് നമ്മൾ നടുന്നത്. ഈ റീനു പയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നീളം കുറവാണ്, പക്ഷെ ഇത് പെട്ടെന്ന് 45-46 ദിവസം കൊണ്ട് വിളവെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണത്തിന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതിൽ നമ്മൾ ഇപ്പം നട്ടാലേ ഓണത്തിന് സമയമാകുമ്പോൾ ഈ പയർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നട്ടു തുടങ്ങാം. ഇത് ഈ റീനു പയർ നടാൻ നേരത്ത് ഈ ട്രേയുടെ മധ്യഭാഗത്ത് വേണം നട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ തീരാറായിട്ടുണ്ട് നട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മധ്യഭാഗത്ത് നട്ടില്ലെങ്കിൽ നമുക്ക് ഈ തൈ പറിക്കാൻ നേരത്തെ അല്ലെങ്കിൽ ഇത് വളർന്ന് ഒരു തൈ ചാഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് പറിച്ച് നടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ മിശ്രിതം കണ്ട, ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിശ്രിതം നമുക്ക് വെറുതെ ഒന്ന് തുള്ളിയിട്ട്, പക്ഷെ ഇത് കാണാനും, ഈ വിത്ത് കാണാനും പാടില്ല, ഇത് മൂടി നിൽക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒരു പിടി കയ്യിലെടുത്തൊന്ന് നമുക്ക്
വെറുതെ ഒന്ന് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലോടി ഇങ്ങനെ വിട്ടാൽ മതി ഇതിൻ്റെ പുറമെ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിലൊക്കെ ഇത് വിത്ത് പാകി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ചെറിയൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിതിൻ്റെ പുറമെ ജസ്റ്റ് ഒന്ന് വെള്ളം തൂളി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നനച്ചു കൊടുക്കാം. ഇതിങ്ങനെ നനച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നമ്മളിത് ഒരു ചാക്കോ ഷീറ്റോ വല്ലതും വെച്ച് മൂടണം. ഇതത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഈ മുള വരും. അപ്പം നമുക്കൊന്ന് ഷീറ്റൊക്കെ മാറ്റി സൂര്യപ്രകാശം കൊള്ളിക്കണം. അപ്പോൾ കൂട്ടുകാരെ ഇത് തൈ മുളച്ച് വരുമ്പോഴും ഇതിൽ കരുത്തുറ്റ് കീടങ്ങൾ വരാതിരിക്കാനും ആയിട്ട് നമ്മൾ സുഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന നിലയിൽ നമ്മൾ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.